നന്മ 24 ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കാക്കനാട് മെഗാ തിരുവാതിര നടന്നു. കാക്കനാട് മാരിയമ്മൻ കോവിൽ ഉത്സവത്തിന്റെ ഭാഗമായിട്ടാണ് തിരുവാതിര നടന്നത്. വിനീതയും സംഘവുമാണ് തിരുവാതിര അവതരിപ്പിച്ചത്. തൃക്കാക്കര MLA ഉമാ തോമസ്, തൃക്കാക്കര നഗരസഭ ചെയർപേഴ്സൺ രാധാമണിപ്പിള്ള, തൃക്കാക്കര നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നൌഷാദ് പല്ലച്ചി തുടങ്ങിയവർ തിരിതെളിച്ച് മെഗാ തിരുവാതിരക്ക് തുടക്കം കുറിച്ചു. 85ഓളം കലാകാരികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്നിവിടെ അരങ്ങേറുന്ന ഈ മെഗാ തിരുവാതിര എല്ലാവരും പറഞ്ഞതുപോലെ ഇവിടെ കോർഡിനേറ്റ് ചെയ്ത് അതിൻ്റെ അധ്യാപിക കൂടിയായ വിനീത സുരേഷിൻ്റെ ആ ഒരു കഴിവിനെ ഒന്നുകൂടി നിറഞ്ഞ കയ്യടിയോടുകൂടി നമ്മൾ അംഗീകരിച്ചുകൊണ്ട് പ്രായത്തിൽ ഒരു 90 വയസ്സ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറമാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. എന്നൊക്കെ പറയുന്നത് ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറത്താണ്. ആ അമ്മ ഇന്ന് നമുക്ക് വേണ്ടി ഇവിടെ തിരുവാതിര കളിക്കുന്നുണ്ട്. ഭാർഗവി രാമകൃഷ്ണൻ കൊണ്ടയിടുന്നു. എല്ലാവരും കൂടി ഒരേ വേഷത്തിൽ, അത് വിവിധ പ്രായക്കാര്, കൊച്ചുകുട്ടികൾ മുതൽ അമ്മമാർ വരെ ഒരേ വേഷത്തിൽ വളരെ ഐക്യത്തോടു കൂടി ഇങ്ങനെ ഒരു മെഗാ തിരുവാതിര ഇത് സംഘടിപ്പിച്ച വിനീത സുരേഷ്. വിനീത എൻ്റെ ഓഫീസിൽ വന്ന് എന്നെ വിളിച്ചപ്പോൾ സത്യത്തിൽ ഞാൻ പറഞ്ഞ് എനിക്കും കളിക്കാൻ ഭയങ്കര ഇഷ്ടം, പക്ഷെ സമയക്കുറവ് കൊണ്ട് നടക്കാത്തതാണെന്നാണ്. ഞാൻ സ്കൂൾ കാലഘട്ടത്തിലും കോളേജ് കാലഘട്ടത്തിലും ഒക്കെ എല്ലാ മത്സരങ്ങളിലും ഈ തിരുവാതിര ഇനത്തിൽ പങ്കെടുത്തിരുന്നയാളാണ്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടവുമാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മളുടെ ഓണാഘോഷത്തിന് ഞാൻ ഒരു അസോസിയേഷൻ്റെ അവിടെ പോയപ്പോൾ അവരോട് ചോദിച്ച് അതിനിടയിൽ കൂടി കയറി കളിച്ചയാളാണ്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ഐക്യം, തിരുവാതിരയുടെ ഐക്യം എന്ന് പറയുന്നത് വളരെ അധികം ബുദ്ധിമുട്ടുകളില്ലാതെ ലാസ്യഭാവത്തോടുകൂടി ചെറിയ സ്റ്റെപ്സുകളുമായിട്ട് എല്ലാ പ്രായക്കാർക്കും ചെയ്യാവുന്ന ഒരു കളിയാണ് തിരുവാതിരക്കളി. ഞാൻ എൻ്റെ ഗുരുവിനെ ഓർക്കുകയാണ്. നിങ്ങൾക്കറിയാമോ അറിയില്ല, ടീച്ചർ ഇന്ന് ജീവിച്ചിരിപ്പില്ല. മാലതി ടീച്ചറാണ് ആദ്യം ഇവിടെ മെഗാ തിരുവാതിര കൊണ്ടുവന്നത്. ടീച്ചറിനെ നമ്മൾ സത്യത്തിൽ ഈ കാര്യത്തിൽ സ്മരിക്കണം. ഇത് അംഗീകരിച്ച ഒരു കലയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സന്തോഷം. നമ്മുടെ ഇഷ്ടമനുസരിച്ചുള്ള പാട്ടുകളൊക്കെ ഇപ്പം ചെയ്തുകൊണ്ടാണ് തിരുവാതിര കളിക്കുന്നത്. നേരത്തെ അങ്ങനെയല്ല, നമ്മൾ ദേവീ ദേവന്മാരെ വാഴ്ത്തിക്കൊണ്ടും പുകഴ്ത്തിക്കൊണ്ടൊക്കെ ഉള്ള പാട്ടുകളാണ്. എന്തായാലും MLA പറഞ്ഞ പോലെ പ്രായഭേദമന്യേ എല്ലാവർക്കും കളിക്കാൻ പറ്റുന്ന ഒരു കലയാണ് തിരുവാതിര കളി. അത് നമുക്ക് ഈ മാരിയമ്മയുടെ മുറ്റത്ത് തന്നെ ഒരു മെഗാ തിരുവാതിര കളിക്കാൻ സാധിച്ചതിൽ, അതിനെ നിങ്ങളെ എല്ലാവരെയും സംഘടിപ്പിച്ചതിൽ നമ്മുടെ വിനിത സുരേഷിനെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇതെല്ലാവരും പലരും പല സ്ഥലത്തുനിന്ന് വന്നവരാണ്, ഇവിടെ ഉള്ളവരൊന്നും അല്ല. ആലുവ,
ഇവിടെ പുക്കാട്ടുപടി ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് വന്നവരുണ്ട്. ആ എല്ലാവരെയും ഒരുമിപ്പിച്ച് ഒരു മാലയിലെ മുത്ത് പോലെ കോർത്ത് ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ നിർത്താൻ പറ്റിയത് നമ്മുടെ വിനിത സുരേഷിൻ്റെ ഒരു കഴിവാണ്. അന്ന് തൃക്കാക്കര നഗരസഭയുടെ കേരളോത്സവത്തിൽ പങ്കെടുത്തുകൊണ്ട് മികച്ച വിജയങ്ങൾ നേടി ഒരു കലാകാരി ആയതുകൊണ്ട് തന്നെ എനിക്ക് മുന്നേ പരിചയമുണ്ട്. എന്തായിരുന്നാലും ഇത്തരം ഒരു പരിപാടിയിൽ നമ്മുടെ ഈ ക്ഷേത്ര സന്നിധിയിൽ പങ്കെടുക്കുവാൻ സാധിച്ചുള്ള സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. ഈ അമ്മയ്ക്കും നൽകാം. ജയ ജയ മംഗളം ശിവ ശിവ മംഗളം ശ്രീകൃഷ്ണ സ്വാമിക്കും ജയ മംഗളം. നമ്മുടെ ക്ഷേത്ര സന്നിധിയിൽ കഴിഞ്ഞ കുറഞ്ഞ ദിവസങ്ങളായി വളരെ നല്ല രീതിയിൽ ഈ ഉത്സവം പുരോഗമിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട് ശ്രീമതി വിനിത സുരേഷിനെ ഒരുപാട് പ്രാവശ്യം ഫോണിൽ ബന്ധപ്പെടുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. വിനിത സുരേഷിൻ്റെ ഈ ഉദ്യമത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്.